വയനാട്ടിലെ ദുരിതബാധിതർക്കായി എറണാകുളം ജില്ലയിൽ നിന്നും സമാഹരിച്ച അവശ്യവസ്തുക്കളടങ്ങിയ വാഹനം നടൻ മമ്മൂട്ടി ഫ്ളാഗ് ഓഫ് ചെയ്തു. ദുരിതബാധിതരെ സഹായിക്കാനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മമ്മൂട്ടിയും മകൻ ദുൽഖർ സൽമാനും നൽകിയ ചെക്ക് മന്ത്രി പി രാജീവും ജില്ലാ കളക്ടർ NSK ഉമേഷും ഏറ്റുവാങ്ങി. വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാനായി ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കളക്ഷൻ സെന്ററിൽ ലഭിച്ച സാധനങ്ങൾ വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് കൈമാറുന്നതിനായി കയറ്റി അയച്ചു. ദുരിതാശ്വാസ സാധനങ്ങളടങ്ങിയ വാഹനം നടൻ മമ്മൂട്ടി ഫ്ളാഗ് ഓഫ് ചെയ്തു. മന്ത്രി പി രാജീവ്, ജില്ലാ കളക്ടർ NSK ഉമേഷ് തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലാണ് വാഹനം പുറപ്പെട്ടത്. മലയാളിക്ക് ഒപ്പം നിൽക്കുകയും അവരെ നയിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിത്വമാണ് പ്രിയപ്പെട്ട മമ്മൂട്ടിയുടെ. അദ്ദേഹം ഇപ്പോൾ ഇവിടെ വന്ന് ഇങ്ങോട്ട് വിവരം അറിയിച്ച് അദ്ദേഹം 20 ലക്ഷം രൂപയും അദ്ദേഹത്തിൻ്റെ മകൻ എന്നതോടൊപ്പം തന്നെ മലയാളികൾക്ക് പ്രിയപ്പെട്ട ദുൽഖർ അദ്ദേഹം 15 ലക്ഷം രൂപയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയിരിക്കുകയാണ്. അതിന് മറ്റെല്ലാവർക്കും അത് പ്രചോദനമാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കടവന്ത്ര റീജിയണൽ സ്പോർട്സ് സെന്ററിൽ തുറന്ന സഹായ സമാഹരണ കേന്ദ്രത്തിൽ നിന്നും വലിയ സഹായമാണ് ലഭിച്ചത്. സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവർ കാരുണ്യത്തിന്റെ സഹായഹസ്തവുമായി എത്തി. ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്ക് ആവശ്യമായ എല്ലാത്തരം സാധനങ്ങളും കേന്ദ്രത്തിൽ ലഭിച്ചു. മരുന്നുകൾ, സ്കൂൾ ബാഗുകൾ, കളിപ്പാട്ടങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ, കുടിവെള്ളം, വസ്ത്രങ്ങൾ, കുട്ടികൾക്കുള്ള സാധനങ്ങൾ, ഡയപ്പറുകൾ, മുതിർന്നവർക്കുള്ള നാപ്കിനുകൾ തുടങ്ങിയവയും ലഭിച്ചു. 3 ലോഡ് സാധനങ്ങളാണ് വയനാട്ടിലേക്ക് പുറപ്പെട്ടത്. വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മമ്മൂട്ടി 20 ലക്ഷം രൂപയും ദുൽഖർ സൽമാൻ 15 ലക്ഷം രൂപയും നൽകി. 2 ചെക്കുകളും മമ്മൂട്ടിയാണ് കൈമാറിയത്. ദുൽഖർ സൽമാന്റെ ചെക്ക് മന്ത്രിയും മമ്മൂട്ടി നൽകുന്ന തുകയുടെ ചെക്ക് ജില്ലാ കളക്ടറും ഏറ്റുവാങ്ങി. സബ് കളക്ടർ K മീരയായിരുന്നു കളക്ഷൻ സെന്ററിന്റെ നോഡൽ ഓഫീസർ. ന്യൂസ് ബ്യൂറോ, എറണാകുളം. രുചിയിൽ വ്യത്യസ്തത തേടി പോകുന്ന മലയാളികൾക്കൊപ്പമാണ് എന്നും നമ്മുടെ സോൾട്ട് റെസ്റ്റോറന്റ്. ഇനി മുതൽ പുതിയ രുചികളുടെ മേളമൊരുക്കി സോൾട്ട് കാക്കനാട് വരുന്നു. ഈ വരുന്ന ജൂലൈ 11 മുതൽ കാക്കനാട് ഇൻഫോ പാർക്കിന് മുന്നിലുള്ള ഗ്രാൻഡ് സെന്ററിൽ നമ്മുടെ സോൾട്ടിന്റെ പുതിയൊരു ഔട്ട്ലെറ്റ് വരാൻ പോവാണ്. അപ്പൊ ഡേറ്റ് മറക്കണ്ട, ജൂലൈ 11 നമുക്ക് കാക്കനാട് സോൾട്ടിൽ വെച്ച് കാണാം.